മലയാള ഭാഷയുടെ സാംസ്കാരിക പാരമ്പര്യം പുതുതലമുറയ്ക്കായി പകർന്നു നൽകുകയാണ് മനോജ്ഞം പരിപാടിയിലൂടെ സാംസ്കാരിക പ്രവർത്തകനായ മനോജ് കളരിക്കൽ. തനത് നൃത്തരൂപങ്ങളും സംഗീതവും മലയാള കവിതകളുടെ അവതരണവും കോർത്തിണക്കി 2 വർഷം മുമ്പാണ് മനോജ് കളരിക്കൽ മനോജ്ഞത്തിന് രൂപം നൽകിയത്. അതായത് 2011 നവംബറിൽ ദുബായിൽ വെച്ചാണ് ഇതിൻ്റെ ആദ്യത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കിയതും ആ ഒരു പ്രവർത്തന ശൈലിയും മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യമായി നമ്മൾ ചെയ്തത് സ്വാതി തിരുനാൾ കൃതികളെ ആസ്പദമാക്കി ഒരു നൃത്തസന്ധ്യയായിരുന്നു. സമൂഹത്തിൽ നിന്ന് വളരെ ഒരു ശ്രേഷ്ഠ മനോഭാവത്തോടുകൂടി, ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടിയാണ് ജനങ്ങൾ അതിനെ സമീപിച്ചത്. സ്വാതി തിരുനാൾ, ഇരയിമ്മൻ തമ്പി കൃതികളെ ആസ്പദമാക്കി നൃത്തസന്ധ്യ, മനോജ്ഞം നൂപുരം, മനോജ്ഞം മോഹനം, മനോജ്ഞം വാദ്യോപകരണ നൃത്തോത്സവം തുടങ്ങിയ കലാസന്ധ്യകളാണ് UAE-യിലെ വിവിധ വേദികളിലായി ഇതുവരെ അരങ്ങിലെത്തിയത്. കൃഷി സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവ് പുതുതലമുറയിൽ എത്തിക്കാനായി പ്രകൃതിയിലെ ശബ്ദങ്ങൾ കോർത്തിണക്കി കേരളീയ സംസ്കൃതി വിളിച്ചോതുന്ന ചടങ്ങ് ഉടൻ വേദിയിലെത്തുമെന്നും മനോജ് കളരിക്കൽ പറയുന്നു. കേരളത്തിൻ്റെ പ്രകൃതിയിലുള്ള എല്ലാ ശബ്ദങ്ങൾ കോർത്തിണക്കി, അതായത് പക്ഷികളെ സ്നേഹിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക, പുഴയെ സ്നേഹിക്കുക, മണ്ണിനെ സ്നേഹിക്കുക, ഇതിൻ്റെ എല്ലാം കൂടി ഒരു തുലനം ഒന്നിച്ച് ഒരു പൂർണ്ണത ഏകിയിട്ട് അതൊരു നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച് കൃഷി സമ്പ്രദായത്തിൻ്റെ ഒരു ഉത്ഭവം സൃഷ്ടിക്കുക. ഈ ഒരു പ്രക്രിയ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാക്കി ഓരോ ദിവസം ഒരു നല്ല വീക്ഷണപരമായ ഒരു ചിന്ത ഉണ്ടാക്കണമെന്ന് സങ്കല്പിച്ചാണ് പ്രകൃതിയും നൃത്തവും എന്ന ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായിൽ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയായ മനോജ് കളരിക്കൽ ഓരോ 3 മാസങ്ങളിലും കേരളത്തിലും UAE-യിലുമായി മനോജ്ഞം അമൃതം മലയാളം എന്ന പേരിൽ ഭാഷാ പഠന ശിബിരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജീവൻ ന്യൂസ്, ദുബായ്.